താൻ പോലും ചെയ്യാത്ത കുറ്റത്തിന്, സർക്കാർ ചെയ്യുന്ന ഒരു കുറ്റത്തിന് സിവിൽ സ്കോറിന്റെ പേരിൽ ഇരയാക്കപ്പെടുന്നതും വിധിക്കപ്പെടുന്നതും ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നതും നെൽകർഷകരാണ് എന്നുള്ളത് കാര്യങ്ങളെ കുറച്ചുകൂടി സങ്കീർണമാക്കുന്നില്ലേ? വൈക്കത്തു നിന്നും സൈജു നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൈജു, ഗുഡ് മോർണിംഗ് സൈജു. എന്താണ് സിവിൽ സ്കോർ എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ 10 വർഷത്തിന് മുമ്പ് ഒരു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഞാനൊരു മുത്തൂറ്റിന്നൊരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു വാഹന ലോൺ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു മുടക്കം വന്നു, വണ്ടി ഓടാതെ വന്നപ്പോഴേ. അപ്പൊ അത് കഴിഞ്ഞ ഒരു കൊറോണ സമയത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കൊറോണയുടെ ഒരു സ്കീം വന്നിട്ടുണ്ട്, അതിൽ ഇപ്പോഴത്തെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോൺ അടച്ചു തീർക്കാം, അടയ്ക്കാൻ തയ്യാറാണോന്നും പറഞ്ഞ് വിളിച്ചപ്പോ അടയ്ക്കാമെന്ന് പറഞ്ഞു. 1,18,000 രൂപയോളം ഉണ്ടായിരുന്നു. 68,000 രൂപ അടച്ചാൽ മതി, അതുകൊണ്ട് തീരുമെന്ന് പറഞ്ഞു. അത് തീർന്നു. അത് തീർത്ത് കഴിഞ്ഞപ്പോ അന്നേരം നമ്മളോട് പറഞ്ഞില്ല ഈ സിവിൽ സ്കോറിന്റെ പ്രശ്നമൊന്നും. എനിക്ക് സിവിൽ ആ സമയത്ത് തന്നെ 800-ൽ മേലിൽ സിവിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ലോണിന്റെ ഈ ഇങ്ങനെ അടച്ചു തീർത്തു എന്നും ഉണ്ട്. പിന്നീട് ഞാൻ ഒരു PMEGP വഴിയുടെ ഒരു ലോൺ പ്രധാനമന്ത്രി ഇതിന്റെ ഒരു ഓയിൽ മില്ല് തുടങ്ങാനായിട്ട് ഒരു ലോണിന് അപേക്ഷിച്ചപ്പോൾ അവിടെ ബാങ്കിൽ നിന്ന് പ്രോജക്ട് റിപ്പോർട്ടൊക്കെ കൊടുത്തു, എല്ലാം അപ്രൂവലായി. ഏറ്റവും ലാസ്റ്റ് സിവിലിന്റെ ഇത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് അവർ പറഞ്ഞു, ഇതുപോലെ നിങ്ങൾക്ക് ഒരു മുത്തൂറ്റിന്ന് ഒരു ലോൺ ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതെ, ഇതാണ് സൈജുവിന്റെ കാര്യത്തെ സംബന്ധിച്ചു. താങ്ക് യു സൈജു. നോക്കൂ, നിങ്ങളെപ്പോലുള്ള പ്രേക്ഷകരിൽ പലർക്കും സമാനമായ അനുഭവങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ സൈജുവിന് സംഭവിച്ചത് മനസ്സിലായില്ലേ? ഒറ്റത്തീർപ്പ് പദ്ധതിയിലൂടെ പണം വായ്പയെടുത്തത് തിരിച്ചടച്ചതാണ്. എന്നിട്ടും സിബിൽ സ്കോർ താഴ്ന്നു എന്നതിന്റെ പേരിൽ സ്വന്തമായിട്ടൊരു പദ്ധതി തുടങ്ങാൻ കഴിയാത്ത സാഹചര്യമാവുന്നു.